നമ്മള് ഇന്ന് ടൂർ പോവാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ടൂർ മൊത്തം കാണാം. ഇവിടെ പിന്നെ ടൂർ പോകുന്ന വലിയ ബസ്സുണ്ട്, ടൂർ ബസ് എന്നാ അതിന്റെ പേര്. അതുകൊണ്ട് നമുക്ക് പോയി എല്ലാ സ്ഥലവും കണ്ടാലോ. അതാ എന്റെ ബസ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ സ്കൂളിൽ നിന്നാണ് കയറുന്നത്, ഞാൻ വേറെ സ്ഥലത്തു നിന്നാണ് കയറുന്നത്. അടിപൊളി ബസ്സായിരുന്നേ. പിന്നെ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച്, എൻ്റെ മനീഷ ടീച്ചർ ഡാൻസ് കളിച്ച്, എൻ്റെ സനീഷ് മാഷ് ഡാൻസ് കളിച്ച്, മിഥുൻ മാഷ്, പിന്നെ മനീഷ ടീച്ചർ, ലിബി ടീച്ചർ, പിന്നെ ഞാനും അദ്രികയും നല്ല ഡാൻസ്. അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു ബസ്സിൽ വെച്ച്. എല്ലാവരും ഡാൻസ് ചെയ്ത് പൊളിച്ച് നല്ല ബസ്സായിരുന്നു. ആ ബസ്സിൻ്റെ ഉള്ളിൽ കുറേ ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. മിന്നി തിളങ്ങുന്ന ഒരു ലൈറ്റ്സായിരുന്നു. പാട്ടും ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു ബസ്സിൽ. എല്ലാവരും പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് വേൽമുരുക ഹരോഹര എന്നുള്ള പാട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ പോകുന്നത് ഹൈലൈറ്റ് മാളിലാണ്. എല്ലാരും ക്യൂ അയച്ചു നിന്ന് കഴിഞ്ഞ് അവിടെ ഒരു ഡോറുണ്ട്, അത് തുറന്നിച്ചാണ് പോകുന്നത്. ഞങ്ങൾക്ക് കുറേ പൗച്ച് പോലത്തെ ഒരു കയ്യിലിടുന്ന സാധനമില്ലേ, അതൊക്കെ തന്ന് ഞങ്ങൾക്ക് ജാക്കറ്റ് ഷൂ ഒക്കെ തന്നെ. എനിക്ക് അടിപൊളി റെഡ് ജാക്കറ്റ് കിട്ടി. ഇനി നമ്മൾ ഇടുവാണ്, എന്നിട്ട് നമുക്ക് കയറാം. അടുത്ത ഏച്ചി ഇട്ട് തന്നിക്ക. ആ ഏച്ചിക്ക് മലയാളം അറിയില്ല, ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പാണ്. ഇവിടെ കോട്ട് ഇട്ടിച്ച് നല്ല തണുപ്പുണ്ട്. മഞ്ഞു വാരി കളിച്ച് നല്ല തണുപ്പിൽ മഞ്ഞ് വാരി കളിച്ച്. പിന്നെ ഞങ്ങൾ ഊരി വീഴുന്ന സാധനമുണ്ട്, അതിനാണ് പറയുക സ്ലൈഡ്. സ്ലൈഡിൽ ഊരി വീണ് ഒരു നമ്മളെ പൊട്ടി പോലത്തെ ഒരു കുറേ കളേഴ്സുള്ള ഞങ്ങളൊരു ബോക്സിൻ്റെ അകത്ത് ഉണ്ട്. എല്ലാവരും ഇത് ഉരുണ്ട് വീഴുന്ന നല്ല രസമായിരുന്നു. ആറ് നിൽക്കാനൊന്നും പറ്റുന്നില്ല.
പോകുന്ന വണ്ടിയാണ്. അച്ഛൻ വലിച്ചു കൊണ്ടുപോയി. ഇതാരാന്നറിയോ? ആരാധ്യ ചേച്ചി ആരാന്നറിയോ നിങ്ങൾക്ക്? പിന്നെ ടീച്ചറെ മോള്, മനീഷ ടീച്ചറെ മോള്. നിങ്ങളെ ഫ്രണ്ട്സ് എങ്ങാനും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ അച്ഛനോടും അമ്മേനോടും ഇവിടെ വരണം എന്ന് പറയണേ. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഇപ്പൊ നമ്മളെത്തിച്ചുള്ളത് ലുലു മാളിലാണ്. ലുലു മാളിൽ ഇറങ്ങിച്ച് ഞങ്ങൾ കേറാൻ പോകുന്ന ബോട്ട് കണ്ടോ? അടിപൊളിയല്ലേ? അതൊക്കെ ആ വെള്ളത്തിലൊരു വലിയ മരം. അതെന്നാ? പ്രളയത്തിൽ ഒഴിക്കുന്ന മരമാണ് 2018. കപ്പലാണോ? ഞായറാഴ്ച നീറ്റിലിറക്കുന്ന ഒരുപാട് അപ്പൊ അതിങ്ങനെ 3 ദിവസം നീക്കി കൊണ്ടുവിടാണ്. ഇത് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അറേബ്യൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇതിന്റെ വില. അതേപോലെ 2 ഇത് 2 കെട്ടി വലിച്ചിട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞല്ലേ? രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകും. അടുത്ത ഹൗസ് ബോട്ട് നാളെ ഇറങ്ങും. നാളെ ഫെസ്റ്റിവൽ ഓപ്പണിംഗ് കാണുന്നത്. കോടികളാണ് വില. ഗൾഫ് രാജ്യങ്ങളിലെ വലിയ മാർക്കറ്റുള്ള സാധനമാണ് ഉരു. എന്നാ നമുക്ക് ഉരു കാണാൻ പോയാലോ? ഉരു ഇതാ മേലോട്ട് നോക്കൂ. ഉരു ഇതിന്റെ പേരാണ് ഉരു. ഇനി നമ്മൾ ഉരു കാണാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കടലിൻ്റെ അപ്പുറം സ്പീഡിൽ അങ്ങ് വരെ എത്തിക്കും. ഇത് കപ്പൽ പോലെ ഇല്ലേ കാണാൻ. ഇതാണ് ബേപ്പൂര് ഫേമസ് ആയ പ്രശസ്തമായ ഉരു നിർമ്മാണിക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് ഉരു ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ ഒരു 4-5 മാസം അല്ല ഒരുപാട് പണിക്കാർ തൊഴിലാളികൾ അധ്വാനാണിത്. ഇതിന് ഒരുപാട് കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ എക്സ്പെൻസ് ഉണ്ട്. ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് ഇതും ആ രണ്ടും ഒരുമിച്ച് അറേബ്യൻ കൺട്രീസിലേക്ക് കൊണ്ടുപോകാനുള്ള.
ഇതിന് ഫുള്ള് പഞ്ഞടിക്കണം. ഈ ക്യാപ്പ് കാണൂട്ടൊക്കെ ഇത് ഫുള്ള് പഞ്ഞടിച്ചാണ്. പഞ്ഞടിച്ച് കഴിഞ്ഞിട്ട് വേണം ആ വെള്ള സാധനം തേക്കാൻ പറ്റുള്ളൂ. പഞ്ഞി എന്ന് പറയുന്നത് പഞ്ഞിമായി സാധാരണ വെളുക്കത്തിക്കാൻ വേണ്ടിക്കാണ്ട പഞ്ഞിയുണ്ടല്ലോ, അതാണ് പഞ്ഞിയാറുന്നത്. അത് ഈ കാണുന്ന ക്യാപ്പിലൊക്കെ ഫുള്ള് അടിച്ചാണ്. എല്ലാം ഞാൻ വെള്ളം കയറി അകത്തേക്ക്. അപ്പോൾ വെള്ളം കയറാക്കാനാണ് അടിക്കുന്നത്. ഒരു കംപ്ലീറ്റ് പണി തരാൻ എത്ര ദിവസം എടുക്കും? 2 വർഷമാണ്. 2 വർഷം എടുക്കും. തൂക്കുപൊടി വെളിച്ചെണ്ണ, ആ വെള്ള കളർ അല്ലേ? അതെന്തിനാ അതങ്ങനെ ചെയ്യുന്നത്? ഇത് വെള്ളത്തിനകത്തുണ്ടാവും ജീവന ചെറിയ സാധനം ഉണ്ടാവും. ഞങ്ങളെ കാര്യമായിട്ട് മുഴുവനാ പറയുക. അത് പലനെ തുറച്ച് ഉള്ളോട്ട് കയറും. അപ്പൊ ഇത് തേച്ചാൽ അത് തേച്ചാൽ പോയില്ല. ഇവിടെ കൊണ്ടുവന്നു ആ മരക്കഷ്ണം കണ്ടില്ലേ, അതിൽ ഇങ്ങനെ എല്ലാവരും ഉന്തി ഉന്തി തള്ളി തള്ളി ഇങ്ങനെ കടലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കേട്ടാ. നിനക്കൊന്നറിയുവോ? ഞാൻ പറയട്ടെ, ഈ ഇതിലാണ് ഇങ്ങനെ തള്ളി തള്ളിക്കൊണ്ടുപോകും എല്ലാരും. ഒരു വലിയ കപ്പൽ, ബോട്ട്, വലിയൊരു കപ്പൽ മരം കൊണ്ടുണ്ടാക്കി. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സൂപ്പർ ഗൈസ്. ഇനി എയർപോർട്ടിലും പോകണ്ടേ? ഇനി എയർപോർട്ടിൽ കയറണം, നമുക്ക് അത് കാണണം. ഫ്ലൈറ്റ് ഞങ്ങളെത്തുമ്പേന്റെ മുമ്പേ പിന്നെ രാത്രിയായിപ്പോയി കേട്ടാ. എന്നാലും കുറച്ച് ദൂരേന്നാണെങ്കിലും ഞങ്ങൾ വിമാനം പറന്നിറങ്ങുന്ന കണ്ടു. അവിടെയുള്ള ആൾക്കാർ ഞങ്ങൾക്ക് എല്ലാം വിമാനത്തിന്റെ എല്ലാം പറഞ്ഞു തന്നു. ഒരു എയർലൈൻസ് ഉണ്ടാവും, ഈ ഫ്ലൈറ്റ് എയർലൈൻസിനെ ഉണ്ടാവും. അപ്പോൾ അവർ ബോർഡിംഗ് പാസ് തരും. ബോർഡിംഗ് പാസ് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ മുകളിൽ പോയി പിന്നെ ഫ്ലൈറ്റിൽ കയറുകയാണ് ചെയ്യുക. ആ ഫ്ലൈറ്റില്ലേ നിർത്തുന്ന ഭാഗമാണല്ലോ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത റോഡ് കണ്ടുണ്ടോ? ലൈറ്റ് ഒക്കെ കണ്ടോ? അതിനെന്താ പറയാന്നറിയോ? റൺവേ. അതറിയാലോ. ആരാ പറഞ്ഞേ? പേരെന്താ? എങ്ങനെയാ അറിയാം? എവിടുന്ന പഠിച്ച അച്ഛൻ പറഞ്ഞതാ. ബസ് സ്റ്റാൻഡ് എന്ന് പറയൂലേ, അതുപോലെ തന്നെ ഫ്ലൈറ്റ് നിർത്തുന്ന സ്ഥലം, അതിന്റെ പേരെന്താന്ന് അറിയാം? എപ്രോൺ എന്നാ പറയാം. APRON. അപ്പോൾ നമ്മൾ നിങ്ങൾ വന്നോണ്ട് നിങ്ങൾക്ക് ബാക്കിയുണ്ട്. വന്ന ഫ്ലൈറ്റ് കഴിഞ്ഞത് അവിടെയാണ്, പോകുന്നത് കണ്ടും നമ്മൾ കണ്ടു. ഓക്കെ, ഗൂഗിളിൽ അടിച്ച് നമ്പർ കിട്ടി, അവിടെ വിളിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ നമ്പർ തന്ന് മെയിൽ അയച്ച് അവസാന ഘട്ടത്തിൽ അപ്രൂവൽ ആയ സമയത്ത് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എയർപോർട്ടൊക്കെ കഴിഞ്ഞ് അടുത്ത ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. അടിച്ച് പൊളിച്ച് ബസ് നിന്ന് പാട്ടൊക്കെ പാടി, മാഷ് പറഞ്ഞു പാട്ട് പാടിച്ച് പോവാം. കാക്കേ കാക്കേ തൂലവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു വിശക്കുന്നവരങ്ങിയിടും.